ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ 14ാമത്തെ പ്രോബ്ലം തൊട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 14 തൊട്ട് 19 വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 14ാമത്തെ പ്രോബ്ലം ഇതാണ്. If the solution set of ax square plus bx plus c equal to 0 is alpha beta, find the values of alpha square plus beta square plus alpha beta into beta square plus alpha beta, a by alpha by beta square plus beta by alpha square. അപ്പോൾ ഇതിൻ്റെ എത്രയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഒരേ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സി ഈക്വൽ ടു 0ൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ സമ്മും പ്രോഡക്റ്റും ആൽഫയും ബീറ്റയും റൂട്ടാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0ൻ്റെ റൂട്ടാണ് ആൽഫയും ബീറ്റയെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താ മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ എന്താ സി ബൈ എ. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കുന്നത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയും കൂടെ കുറച്ച് ഈ ഒരു റിലേഷനും കൂടെ ഓർത്ത് വെക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. ഓക്കെ, ഇവിടെ എയുടെയും ബിയുടെ സ്ഥാനത്ത് ആൽഫ വരുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ അങ്ങനെ വരും. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്താ? ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് ബി ബൈ എ അല്ലേ. ദറ്റ് ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്താ? 2 ഇൻറ്റു സി ബൈ എ. ദറ്റ് ഈസ് എന്താ വരും? മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ കിട്ടും നിങ്ങൾക്ക്? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2c ബൈ എ എന്നും പറഞ്ഞ് കിട്ടും അല്ലേ. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇതിവിടെ കണ്ടോ? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബൈ 2c ബൈ എ. ഇവിടെ എ സ്ക്വയർ ആണ്, ഇവിടെ എ ആണ്. ഇവിടെ എ സ്ക്വയർ ആക്കാൻ എന്ത് വേണം? ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ചേഞ്ച് ചെയ്തായിരിക്കാൻ വേണ്ടി ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടും? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2ac ബൈ എ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഡിനോമിനേറ്റർ ഇപ്പോൾ എ സ്ക്വയർ ആക്കിയതാണ് ഞാൻ. ഇവിടെ ഒരു എ ഉണ്ടായിരുന്നു, അതിനെ എ സ്ക്വയർ ആക്കാൻ ഞാൻ എ കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടാൽ ഇത് ക്യാൻസലായി പോയാൽ പഴയ 2c ബൈ എ തന്നെ കിട്ടത്തില്ലേ. ഓക്കെ, ചേഞ്ച് വരാതിരിക്കാനാണ് ന്യൂമറേറ്ററിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 2ac ബൈ എ സ്ക്വയർ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ചേർത്ത് എഴുതാം. ദറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 2ac ബൈ എ സ്ക്വയർ. Got it? Next is എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ ഇൻറ്റു എന്താ? ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ. ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റയിൽ കോമൺ ആയിട്ട് ആരുണ്ട്? ആൽഫ ഉണ്ട്. അപ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഈ ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റയിൽ ആരുണ്ട്? കോമൺ ആയിട്ട് ബീറ്റ ഉണ്ട്. സോ ബീറ്റ ഇൻറ്റു ബീറ്റ പ്ലസ് ആൽഫ ആണല്ലോ, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്. സോ ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഫസ്റ്റ് ടേമിൽ നിന്ന് ആൽഫ കോമൺ എടുത്തു, സെക്കൻഡ് ടേമിൽ നിന്ന് ബീറ്റ കോമൺ എടുത്തു. പിന്നെ ഇത് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്താ? ആൽഫ പ്ലസ് ബീറ്റ തന്നെ. 2 + 3 തന്നെയല്ലേ 3 + 2. അതുകൊണ്ടാണ് ബീറ്റ പ്ലസ് ആൽഫ എന്താണെന്ന് തന്നെ പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ. സോ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. സോ ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ എന്താ? മൈനസ് സി ബൈ എ. സോ സി ബൈ എ ഇൻറ്റു എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ. മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ, അതായത് സി ബൈ എ ഇൻറ്റു മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ. മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? പ്ലസ്. ദറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഫ്രാക്ഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. ദറ്റ് ഈസ് ബി സി സ്ക്വയർ ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ? ഇനി അടുത്ത എന്താ? ആൽഫ ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ബൈ ആൽഫ സ്ക്വയർ. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ ആൽഫ ക്യൂബ്, ബീറ്റ ഇൻറ്റു ബീറ്റ സ്ക്വയർ ബീറ്റ ക്യൂബ് ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങൾക്കറിയാലോ എ ബി ഹോൾ സ്ക്വയർ ആണ് എന്ത്? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിന് എങ്ങനെ എഴുതാം? ആൽഫ ബൈ, അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്
ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിന് എങ്ങനെ എഴുതാം? ആൽഫ ബീറ്റ ഹോൾ സ്ക്വയറിന് എഴുതാം. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ക്യൂബ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ബൈ ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇവിടെ ഒരു ഐഡൻറ്റിറ്റിയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈ ഹേർട്ട് ചെയ്ത് പഠിക്കണം. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. മനസ്സിലായ വിധം കാണാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ എയുടെയും ബിയുടെ സ്ഥാനത്ത് ആൽഫയും ബീറ്റയും കൊടുക്കുമ്പോൾ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് is equal to alpha plus beta whole cube minus 3 alpha beta into alpha plus beta. Got it? ഇപ്പോൾ ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ അവിടെ ആൽഫ പ്ലസ് ബീറ്റ ക്യൂബിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത്രയും സാധനങ്ങൾ കൊടുക്കണം. ഓക്കെ, സോ അപ്പം നമുക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എന്തോ? മൈനസ് സി ബൈ എ ഇല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്കിപ്പോൾ ആൽഫ ബൈ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ബൈ ആൽഫ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ബീറ്റ ഹോൾ ക്യൂബ് ഹോൾ സ്ക്വയർ അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ആൽഫ ബീറ്റ എന്താ? സി ബൈ എ ഇൻറ്റു മൈനസ് ബി ബൈ എ ഡിവൈഡഡ് ബൈ എന്താ? സി ബൈ എ ഹോൾ സ്ക്വയർ. അങ്ങനെ വരും ആണല്ലോ. മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ എന്താ? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇവിടുത്തെ മൈനസും ചേർന്ന് പ്ലസ് ആവും. അപ്പം പ്ലസ് 3 സി ബി ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. മനസ്സിലായോ? പ്ലസ് 3 സി ബി ബൈ എ സ്ക്വയർ. അതായത് ഇവിടെ ഫസ്റ്റ് ടൈം സ്ക്വയർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. സെക്കൻഡ് ടൈം 3 ഫ്രാക്ഷൻസും കൂടെ 3 ഇൻറ്റു സി ബൈ എ ഇൻറ്റു മൈനസ് ബി ബൈ എ. അപ്പം മൈനസ് 3 ഇൻറ്റു സി ബൈ എ ഇൻറ്റു മൈനസ് ബി ബൈ എ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പം 3 സി ബി ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ബൈ സി ബൈ എ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ സി സ്ക്വയർ ബൈ എ സ്ക്വയർ അങ്ങനെ വരും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ അല്ല, ഹോൾ ക്യൂബ് അല്ലേ? അപ്പം നമുക്കറിയാമല്ലോ മൈനസ് 2 ക്യൂബ് എന്ന് വെച്ചാൽ മൈനസ് 2നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ? അപ്പോൾ എന്താ കിട്ടും? -8 എന്നും പറഞ്ഞ് കിട്ടും. അതേപോലെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാലേ മൈനസ് ബി ബൈ എ ഹോൾ ക്യൂബ് മൈനസ് 3 സി ബൈ എ ഇൻറ്റു എന്ത് കിട്ടും? അഗെയിൻ മൈനസ് ബി ബൈ എ ബൈ ബി ബൈ എ ഹോൾ സ്ക്വയർ ഓർ സി ബൈ എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ -1 സ്ക്വയർ എന്താ? 1 ആണ്. -1 ക്യൂബ് -1 ആണ്. അതായത് ഓട് പവേഴ്സ് വരുമ്പോഴത്തേക്കിനും മൈനസ് തന്നെ വരും. അപ്പം മൈനസ് ബി ക്യൂബ് ബൈ എ ക്യൂബ്, ഇവിടുത്തെ മൈനസും പ്ലസ് ആയി, പ്ലസ് 3 സി ബി ബൈ എ സ്ക്വയർ ബൈ എന്താ? സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. മനസ്സിലായോ? ഇനി മേളിലെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവിടെ എ ക്യൂബ് ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. ഇവിടെ എ ക്യൂബ് ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ചേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? മൈനസ് ബി ക്യൂബ് ബൈ എ ക്യൂബ് പ്ലസ് 3 എ സി ബി ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് എ ക്യൂബ് സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പം മൈനസ് ബി ക്യൂബ് മൈനസ്
മൈനസ് അല്ല, ഇവിടെ പ്ലസ് ആണ്. 3 ABC ബൈ എ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? C² ബൈ A². രണ്ട് ഫ്രാക്ഷൻസ് അല്ലേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഈ സാധനം വലുതായതുകൊണ്ട് ബ്രാക്കറ്റ് ചെയ്തിരുന്നു. -B³ പ്ലസ് 3ABC ബൈ A³ ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? റെസിപ്രോക്കൽ നമ്മൾ തിരിച്ചിടണം. A² ബൈ A³ ആണ്. A² ബൈ C². A² ക്യാൻസലായപ്പോൾ ഇവിടെ A ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? -B³ പ്ലസ് 3ABC ഹോൾ ഡിവൈഡഡ് ബൈ A ഇൻറ്റു C². അപ്പോൾ AC². ദാറ്റ് ഈസ് -B³ പ്ലസ് 3ABC ബൈ AC² എന്ന് പറഞ്ഞ് വരും. AC² C² ഒക്കെ സെയിം തന്നെയാണ്. മനസ്സിലായോ? അപ്പം സൂക്ഷിച്ച് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യും ഡിവിഷൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ പെട്ടെന്ന് പറയാം. ഇത് നോക്കേ, ഈ പ്രോബ്ലം ഞാൻ പറയാം. ജസ്റ്റ് അതിന് മുന്നേ ഈ ഒരു പ്രോബ്ലം നോക്ക്. If the difference between roots of ax² plus bx plus c equal to 0 be 1, then show that b² is equal to a into a plus 4c. അതായത് ax² പ്ലസ് bx പ്ലസ് c equal to 0 എന്ന് പറയുന്ന ഈ ഇക്വേഷൻസിൻ്റെ റൂട്ട്സിൻ്റെ ഡിഫറൻസ് എന്താണ്? 1 ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? b² is equal to a into 4 plus 4c എന്ന് കാണിക്കണം. അപ്പോൾ റൂട്ടിൻ്റെ കാര്യം വരുമ്പോൾ സമ്മും പ്രോഡക്റ്റും വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എന്താ സം ഓഫ് ദ റൂട്ട്സ്? -b/a. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ? c/a. അപ്പോൾ ആൽഫയും ബീറ്റയാണ് റൂട്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റൂട്ടിൻ്റെ ഡിഫറൻസ് 1 ആണ്. അപ്പം ആൽഫ മൈനസ് ബീറ്റ, ആൽഫയും ബീറ്റയാണ് റൂട്ടെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ 1. ഇനി നമുക്ക് മറ്റേതറിയാവുന്ന ഫോർമുലയാണ് സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ എന്താ? -b/a. ആൽഫ ബീറ്റ എന്താ? c/a ആണല്ലോ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഐഡൻറ്റിറ്റിയാണ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. ഇതെങ്ങനെ കിട്ടി? നമുക്കറിയാം a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. എയുടെയും ബിയുടെ സ്ഥാനത്ത് ആൽഫയും ബീറ്റയും കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഐഡൻറ്റിറ്റി. ഓക്കെ, ആൽഫ മൈനസ് ബീറ്റ എന്താ? 1. അപ്പോൾ 1² എന്താ? 1² ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്താ? -b/a ഹോൾ സ്ക്വയർ മൈനസ് ഇത് ബി ആണ്. ആൽഫ ബീറ്റ എന്താണ്? c/a, 4c/a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1² 1 ആണ്. -b/a ഹോൾ സ്ക്വയർ എന്താ? b²/a² മൈനസ് 4c/a ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1 is equal to b²/a² മൈനസ് 4c/a എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ a² ഉണ്ട്, ഇവിടെ a² ആക്കാമല്ലോ. എന്ത് ചെയ്യണം? a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചിലയിടത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാമല്ലോ. ചേഞ്ച് ചെയ്താതിരിക്കാനാണ് ന്യൂമറേറ്ററിലും കൂടെ ചെയ്തത്. ഓക്കെ, സോ 1 is equal to എന്ത് കിട്ടും? b²/a² മൈനസ് 4 എന്ത് വരും നിങ്ങൾക്ക്? 4ac/a². ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. ദിസ് b² മൈനസ് ഡിഫറൻസ് ആണ്. അപ്പം b² മൈനസ് 4ac/a² അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവിഷൻ ഇപ്പം പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാറ്റ് ഈസ് a² ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ് ഈസ് a² ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? b² മൈനസ് 4ac ആണല്ലോ. നമുക്ക് b² ഈക്വൽ ടു അപ്പം b² ഒരു ഭാഗത്ത് നിർത്താം, എന്നിട്ട് ബാക്കിയുള്ളതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ b² ഇസ് ഈക്വൽ ടു b² ഒരു ഭാഗത്ത് നിർത്തി, അതില്ലാത്ത ആൾക്കാരനെ അപ്പുറത്തോട്ട് വരും. -ac ഇപ്പം വരുമ്പം +ac. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനു ഞാൻ തിരിച്ചു. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം a² പ്ലസ് 4ac ഇസ് ഈക്വൽ ടു b². തിരിച്ച് എഴുതിയതേ ഉള്ളൂ. ദാറ്റ് ഈസ് b² ഇസ് ഈക്വൽ ടു a² പ്ലസ് 4ac.
തൊട്ട് മുന്നേയുള്ള ഇക്വേഷൻ തിരിച്ചെഴുതി തന്നെ ഉള്ളൂ. രണ്ടിനകത്ത് എ കോമൺ ഉണ്ട്. സോ എ ഇൻറ്റു എ പ്ലസ് 4c ദാറ്റ് ഈസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ പ്ലസ് 4c. കിട്ടിയോ? ഇനി അടുത്ത ഓക്കെ. Find the positive value of k if one root of x square minus kx plus 243 is equal to 0 is thrice the other. നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ ഹിൻഡ് തന്നിട്ടുള്ളത്? ഈ എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 243 കെ കണ്ടുപിടിക്കണം. എന്താ ഹിൻഡ് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ റൂട്ടിനേക്കാളും 3 മടങ്ങ് കൂടുതലാണ്. അതായത് ഒരു റൂട്ട് എത്രയാണോ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഇതിൻ്റെ അടുത്ത റൂട്ട്. ഇതിൻ്റെ ഒരു റൂട്ട് 3 ആണെങ്കിൽ മറ്റേ റൂട്ട് എന്താ? 3 × 3 9 ആയിരിക്കും. ഇതിൻ്റെ ഒരു റൂട്ട് 27 ആണെങ്കിൽ 9 ആണെങ്കിൽ അടുത്ത റൂട്ട് എന്താ? 3 × 9 27 ആയിരിക്കും. അങ്ങനെ അപ്പം നമുക്ക് കെ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 243 ഇസ് ഈക്വൽ ടു 0 ആണല്ലോ. ഇതിൻ്റെ ഒരു റൂട്ട് ഇതാണെങ്കിൽ അടുത്ത റൂട്ട് അതിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പം നമുക്കറിയില്ല ആ റൂട്ട്. ഓക്കെ, കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ഹിൻഡിൻ്റെ ഒരു റൂട്ട്, ആ ഒരു റൂട്ട് നമുക്ക് ആൽഫ എന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ അടുത്ത റൂട്ട് എന്തായിരിക്കും? ഈ ആൽഫയുടെ 3 ടൈംസ്, അതായത് 3 ആൽഫ. റൂട്ടുകൾ ഏതൊക്കെയാണ്? ആൽഫയും 3 ആൽഫയും ആണല്ലോ. ഒരു ഇക്വേഷൻ നമ്മൾ സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും അറിയാലോ. സം ഓഫ് ദ റൂട്ട്സ് എന്താ? സം ഓഫ് ദ റൂട്ട്സ് എന്താ? 3 ആൽഫ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ റൂട്ട്സ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ സം ഓഫ് ദ റൂട്ട്സ് എടുക്കണം എന്നില്ല. സം ഓഫ് ദ റൂട്ട്സ് എടുത്താലും അതിലേക്ക് അപ്പോൾ അത് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ ആൽഫയും 3 ആൽഫ. ഇപ്പോൾ സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് 3 ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ എന്താ? മൈനസ് രണ്ടും എടുത്തോ. സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എടുത്തോ. മൈനസ് കെ ബൈ ഇവിടെ A1 B മൈനസ് കെ സി 243 ആണല്ലോ. മൈനസ് ബി ബൈ എ ആകുമ്പം മൈനസ് കെ ബൈ 1 ദാറ്റ് ഈസ് കെ. ആൽഫ പ്ലസ് 3 ആൽഫ 4 ആൽഫ ഇസ് ഈക്വൽ ടു കെ ആണല്ലോ. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ഇൻറ്റു 3 ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? സി ബൈ എ. സി എന്താ? 243 ബൈ 1 ദാറ്റ് ഈസ് 243. ദാറ്റ് ഈസ് 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ? 243. 3 ആൽഫ സ്ക്വയർ 243 ആണെങ്കിൽ ആൽഫ സ്ക്വയർ എന്ത് വരും? 343 ബൈ 3 എന്ത് വരും? 343 ബൈ 3 എന്ത് വരും? 81, റൈറ്റ്? സോ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 81. ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81. അങ്ങനെയെങ്കിൽ ആൽഫ എന്താ? 9. നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു സം ഓഫ് ദ റൂട്ട്സ് 3 ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? കെ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇവിടെ ആൽഫ തൊട്ട് മുന്നേ 9 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 × 9 ഓ മൈ ഗോഡ്, അവിടെ തെറ്റിയല്ലോ. നമുക്ക് കെ അല്ലേ കണ്ടുപിടിക്കണം. സം ഓഫ് ദ റൂട്ട്സ് കെ. അതായത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? അപ്പോൾ ഇവിടെ സം ഓഫ് ദ റൂട്ട് നമുക്ക് 3 ആൽഫാസ് പ്രോഡക്റ്റ് ഓഫ് ദ സം ഓഫ് ദ റൂട്ട്സ് ഞാൻ എഴുതി. അതെന്താണ്? 4 ആൽഫാസ് ഈക്വൽ ടു എന്താ? കെ എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ? 4 ആൽഫാസ് ഈക്വൽ ടു കെ എന്നും പറഞ്ഞ് കിട്ടി അല്ലേ? കിട്ടിയല്ലോ. 4 ആൽഫാസ് ഈക്വൽ ടു കെ എന്നും പറഞ്ഞ് കിട്ടി. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എനിക്ക് 243 എന്ന് പറഞ്ഞ് കിട്ടി. അതിൽ നിന്ന് ആൽഫ സ്ക്വയർ എന്ത് കിട്ടി? 81 കിട്ടി. ആൽഫ എന്ന് പറയുന്നത് 9 കിട്ടി. അപ്പോൾ കെ എന്താണ്? 4 ആൽഫയാണ് കെ. ദറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു കെയിലെ കണ്ടു 4 ആൽഫ. ആൽഫ എന്താ ഇവിടെ കിട്ടി? 9. ദറ്റ് ഈസ് 4 × 9 ഇസ് ഈക്വൽ ടു എന്താ? 36. കെയുടെ വരെ എന്താ? 36. മനസ്സിലായോ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസറിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമ്മും പ്രോഡക്റ്റും വെച്ച് എഴുതുക. സമ്മും പ്രോഡക്റ്റും അങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ രണ്ടിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ക്ലിയർ? അങ്ങനെ പോയാൽ മതി. ഇനി അടുത്തത്. അപ്പോൾ ഇത്രയും വെച്ച്
അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.